മറ്റേ സാധനം അവിടെ. ഷേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. 1 കിലോ 10, 2 കിലോ 10, 3 കിലോ 10, 1 കിലോ 10. ആർക്കാ വേണ്ടേ ആർക്കാ വേണ്ടേ ആർക്കാ വേണ്ടേ ആർക്കാ വേണ്ടേ ആർക്കാ വേണ്ടേ? ഇപ്പൊ പറയണം ഇപ്പൊ പറയണം. 1 കിലോ 10, 2 കിലോ 10. എന്താടാ നിനക്ക്? അല്ലെ പിന്നെ ഞാൻ തരുമത് ഈ വാർത്തക്കല് ഞാൻ ഇപ്പൊ സമാധാനത്തോടെ പറഞ്ഞ പിന്നെ വന്നിട്ട് ചോദിച്ചാൽ ഞാൻ തരാൻ പറ്റുക. നമുക്ക് റേസിലോട്ട് അടക്കാം. നമ്മള് റൈഡർ എന്ത് അല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ അളിയാ, സത്യം പറഞ്ഞ. അവന്റെ ഫേസ് റിയാക്ഷൻ അളിയ നമുക്കത് വേണോ അളിയ? അളിയാ ഞാൻ ഈ ഇഷ്യൂവിനെ പറ്റിയല്ല അളിയാ പറയാനുള്ള. എനിക്ക് ഇഷ്യൂവിനെ പറ്റിയല്ല അളിയ പറയാനുള്ള. ഇത് പൊതുവെ ഈ വണ്ടിയുടെ സൗണ്ട് പോട്ടെ നല്ല കേക്കോളൂ. മറ്റേ ഇത് സാമാനത്തിൽ കയറി അതുകൊണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊരു സൗണ്ട് ഇത് കേറിപ്പോ. ഇനി പറഞ്ഞ അളിയ ഈ ഇഷ്യൂവിനെ പറ്റിയല്ല പറയാ, ഇവരെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും അല്ല എനിക്ക് പറയാനുള്ള. അളിയ ഈ ഇഷ്യൂ വന്നപ്പം തൊപ്പിയുടെ ആയാലും ഷെമീറിന്റെ ആയാലും കമന്റ് സെക്ഷനില് എന്റെ കുറച്ച് പേര് ഇങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും ഇതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഒന്നത്തെ കാര്യം തൊപ്പിയുടെ അന്ന് പറഞ്ഞ കാര്യത്തിന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ടും കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നല്ലോ അളിയ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം വിട്ടോ, അതിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തെ അളിയ ഈ വെളിയില് ഈ മറ്റേ കുറെ ലീച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അതായത് ഈ സിറ്റുവേഷൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫേസ് ക്യാം ഇട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് മറ്റേ കുടുംബശ്രീ പറയുന്ന കുറെ അമ്മമാരുണ്ടല്ലോ. ഇവന്മാർക്ക് ഇൻഫോ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് കേട്ടാ. ഈ ഇൻഫോ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പിനകത്ത് ഇവന്മാരുടെ പുതിയ അന്വേഷണം, ഇവന്മാർക്ക് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ട, അത് കഴിഞ്ഞ്, അതവർക്ക് ആഘോഷം കഴിഞ്ഞ്. ഇതിനകത്തുണ്ടല്ലോ അളിയ, ഇതിനകത്ത് ഇനി അടുത്തത് വേണ്ടുന്നത് എന്റെ പെണ്ണ് കേസ്, എന്റെ അണ്ടി കേസ്, എന്റെ പറിക്കേസാണ്. മനസ്സിലായ ഇവന്മാർക്ക്? ഇതില് 2-3 ഈ കണ്ടന്റ് ഇടുന്ന 2-3 അമ്മമാരുണ്ട് കേരളത്തിൽ. എനിക്ക് പേര് പറയാനില്ല, പേര് ഞാൻ അല്ലാതെ പറഞ്ഞോളാം. ഇവന്മാരത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞതുകൊണ്ട് എനിക്കത് വലിയ ഇതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പബ്ലിക് ഗ്രൂപ്പിൽ അവൻ ഏതെങ്കിലും ഒരു തായവളി എന്റെ പേര് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അളിയ അവനത് കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ അളിയ ഞാൻ അവനെ ജയിലിൽ കയറ്റും. ഞാനൊരു 10, 50, 60 കോളേജിൽ ഞാൻ വെളിയിൽ പോയി പബ്ലിക് ഷോസും മറ്റേ അണ്ടി ഇതെല്ലാം ചെയ്യുന്നതാണ്. എന്നെ പറ്റി ഏതെങ്കിലും ഒരു പെങ്കൊച്ച് വന്ന് ഇങ്ങനെ ഒരു അപരാധം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ അണ്ടി ലൈവ് ഇട്ടി എൻ്റെ അണ്ടി വെട്ടി കടലിലെറിയും. മനസ്സിലായേ? ഞാൻ എൻ്റെ സാമാനം വെട്ടി ലൈവ് ഇട്ടി എൻ്റെ സാമാനം വെട്ടി കടലിൽ. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അതിന് മുകളിൽ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ കൊണ്ടുവരണം. മനസ്സിലായി? ഞാൻ അളിയ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ ഏകദേശം ഒരു 50 കോളേജിൽ ഷോസ് ചെയ്ത് ഒരു 100 കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനോടോ ഏതെങ്കിലും ഒരാളുടെ അടുത്തോ ഫാക്കൽറ്റീസിന്റെ അടുത്തോ അവിടുത്തെ ഉള്ള ഒരാളുടെ അടുത്ത് മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അളിയ ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻ വേറെ അളിയ. അതായത് ഈ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരാളെ കിട്ടുവാണെങ്കിൽ ആ പ്രശ്നമുള്ളവന്റെ കൂടെ അപ്പുറത്ത് ആര് നീറ്റായിട്ട് നിൽക്കുന്നോ അവരുടെ എന്തെങ്കിലും കിട്ടുമെന്നാണ് ഇവന്മാർക്ക് ആദ്യം അറിയേണ്ടത്. ഈ പ്രശ്നമുള്ളവന്മാരെ പിന്നെ വേണ്ട അളിയ ഇവർക്ക്. അവന്റെയൊക്കെ അന്വേഷണം, എടാ നിന്റെയൊക്കെ മോളിൽ കുറെ അവന്മാര് ഗൈസ് ഈ എന്റെ കാസറ്റും ബാക്കി മറ്റേ ഡ്രേക്കും ഇവരൊക്കെ മറ്റേ കേരളം കത്തി അൻവിന്റെ ഇഷ്യൂവിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഫോട്ടോ 10 വട്ടം സ്റ്റോറി ഇട്ടിട്ട് എന്നെ പറ്റി എന്തെങ്കിലും ഒരു അലിഗേഷൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് 100 സ്റ്റോറി ഇട്ടവരവര്. 100 സ്റ്റോറി. മനസ്സിലായ? 100 സ്റ്റോറി ഇട്ടവരാണ് ഈ പറയുന്ന ഡോക്ടർ ഡ്രേക്കും മറ്റേ അവരൊക്കെ. അന്ന് നിങ്ങൾക്ക് പബ്ലിക്കിന് ആർക്ക് വേണേലും പോയി പറയാമായിരുന്നു എന്നെ പറ്റി ഒരു അലിഗേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഒരുത്തിനെ കട്ടോ മോട്ടിച്ചോ പറ്റിച്ചോ അല്ലെങ്കിൽ വല്ല ഈ പറയണത് പോലെ പെണ്ണേസോ അണ്ടിക്കേസോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവന്മാർക്ക് വന്ന് പറയായിരുന്നു. അവിടെ ഒരുത്തനും ഒരാൾ പോലും വന്നിട്ടില്ല. എന്നിട്ട് അളിയ അത് മാത്രമല്ല, നീ ഗ്രൂപ്പിൽ ഞാൻ ടിവിയുടെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് നോക്ക്. ഈഗിളിനും ഇതിനകത്ത് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാവുന്ന. അവൻ ഈ മറ്റേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പുണ്ടശ്വനാ. മനസ്സിലായോ? നീ എന്റെ ഗ്രൂപ്പിലെടുത്ത് നോക്ക്. ടിവിയുടെ ഗ്രൂപ്പ് ഉണ്ടോ? ഇവന്റെയൊക്കെ പ്രശ്നം ഇതാണാടാ. ഇവന്റെയൊക്കെ പ്രശ്നം ഇതാണ്. ഇവനൊക്കെ വേണ്ടുന്നത് ഇതാണ്. മനസ്സിലായ? കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ബ്രോ കൊണ്ടുപോവാ.
ഞാൻ അത്രേ പറയുന്നുള്ളൂ. കൊണ്ടുപോവാ പബ്ലിക്കായിട്ട്. വേറെ എനിക്ക് ഇതിനൊന്നും 5 പൈസ മുടക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും പൈസ എൻ്റെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റിയറിംഗ് വീലിൽ മറ്റേ ഹാൻഡ് ബ്രേക്ക് വണ്ടിയൊക്കെ വെച്ച് പിടിപ്പിക്കും. അല്ല കണ്ടവന് PR കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ല. എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് ഒരു കൊച്ചു വളർന്നു വരുന്നുണ്ട്, എനിക്ക് അവനെ നോക്കണം. എനിക്ക് അവന് മറ്റേ പാമ്പേഴ്സും സാധനവും ഒക്കെ മേടിക്കാൻ പൈസ വേണം. അല്ലാതെ നിനക്കൊക്കെ മറ്റേ PR-നും മറ്റേ എൻ്റെ സാമാനം പൊത്തിവെക്കുന്നതിന് സെറ്റിൽമെന്റ് ചെയ്യാനുള്ള പൈസ എൻ്റെ ഇല്ല. എനിക്കത് തരാനുള്ള താല്പര്യമില്ല. ഇനി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ ഒരുത്തിന് എൻ്റെ അടുത്ത് വരുവാൻ വേണ്ട. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഒരാളുടെ അടുത്തൊന്നും ഹൈഡ് ചെയ്യാനും ഇല്ല. ഞാൻ ഇത് പബ്ലിക്കലി ഞാൻ നാളെ എൻ്റെ ലൈവിൽ ഫേസ് ക്യാം ഇട്ട് പറയുവളിയാ ഇത്. ഞാൻ ഇത് ഫേസ് ക്യാം ഇട്ട് നാളത്തെ ലൈവ് ഞാൻ പറയുവളിയാ. ഇല്ല ഞാൻ ഇത് പറയുവളിയാ. കാരണം ഞാൻ പറയാലോ, ഇത് നമ്മുടെ നാട്ടില് വേറൊരു ഇഷ്യൂ നടക്കുന്നതിനകത്ത് വലിച്ചിടാൻ ഭയങ്കര കൊതിയാ. എല്ലാത്തിനും ഭയങ്കര കൊതിയാ. മറ്റേ കുത്തിക്കീറി പൊളന്ന് തിന്നാ മതി ഇവനൊക്കെ. അല്ലാതെ മറ്റേ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. ഇവന്മാർക്ക് ഇങ്ങനെ മറ്റേ ഉപദ്രവിച്ച് ദ്രോഹിച്ച് കൊന്നു തിന്നണം. അതാണ് ഇവന്മാരുടെ ഒക്കെ ഉദ്ദേശം. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, വണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടുപോവാ. അപ്പൊ എനിക്കറിയാൻ പറയാ ഞാൻ എങ്ങനെയാ നിൽക്കുന്നത്, ഞാൻ എങ്ങനെയാ പരിപാടികൾക്ക് പോകുന്നത്, ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നതെന്ന്. അതിന്റെ അപ്പുറത്ത് എനിക്ക് ഒരുത്തനെയും പേടിയില്ല. കേട്ടല്ലേ കൊറേ ഉണ്ടോ ഇതിന് വേണ്ടിട്ട് നിക്കുന്നത്, ഇങ്ങനെ നടക്കണത്. എന്തെങ്കിലും കിട്ടണം. ഇല്ലാത്ത കാര്യം എവിടെ പോയി കിട്ടാനാണ്? അവനൊന്നും ഈ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിട്ടൊന്നുമില്ല. ഒരുത്തൻ മുൻതെറ്റി പോണത് കാണാൻ വേണ്ടിട്ട് കടന്ന് കഷ്ടപ്പെടുന്നതാണ്. അല്ല നാട് നന്നാക്കാൻ വേണ്ടി നടക്കുന്നവന്മാരല്ല കുറച്ച് മിക്കവന്മാര്. പിന്നെ അത് മാത്രമല്ല അളിയാ, കൂടെ നിന്ന ആൾക്കാരുടെ അതുകൂടെ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു ഇതായി പോളിയാ. ഞാന് ഇവര് കാണുന്ന പോലെ 4-5 പേരല്ലായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഏകദേശം 40 മെമ്പേഴ്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. 40 പേരെയും റെഗുലർ ഇന്റർവെല്ലിൽ കണ്ടുകൊണ്ടും ഇതാക്കി ഇരുന്നതാണ്. TV-യിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ചില MRC ഓഡിയൻസുകാർ പറയുന്നുണ്ട് ഇത് TV-യിൽ ഉണ്ടായിട്ടില്ലേ, അതില്ലേ ഇതില്ലേ എന്നൊക്കെ പറഞ്ഞ് മറ്റേ കുറെ പേര് വന്നിട്ടുണ്ട്. എടാ TV-യിൽ ഉണ്ടായപ്പം അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് ലൈവ് വന്ന്, ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ടാ ലൈവ്, ഒറ്റയ്ക്ക് ലൈവ് വന്ന് എന്നെ പറ്റി അലിഗേഷനോ ഒരു പ്രൂഫോ ഞാൻ ഇവരെ ദ്രോഹിച്ചതോ ഉപദ്രവിച്ചതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വോയിസ് ചാറ്റോ ഒരു ചാറ്റോ ഒരു സ്ക്രീൻഷോട്ടോ ഒരു വോയിസ് നോട്ടോ ക്ലിപ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് ഞാൻ വന്ന് പറഞ്ഞവന്. എന്നിട്ടാണ് ഞാൻ വീണ്ടും അത് ബിൽഡ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഞാൻ മനസ്സാക്ഷിക്ക് നിരക്കാത്തത് എന്താ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് പോയ ആൾക്കാരടക്കം എൻ്റെ കൂടെ ഇന്ന് ഇവിടെ നിപ്പുണ്ടെങ്കിൽ ഞാൻ അത് എന്താ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളിലോട്ട് എന്നെ വലിച്ചിട്ട് ഞാൻ ഇന്ന് ലൈവ് ഇടാൻ പോലും അതുകൊണ്ടാണ്. സത്യം പറയാലോ, എനിക്കറിയാം ഇതിന്റെ മറുപടി എക്സ്പ്ലനേഷൻ ആയിട്ട് ഷെമീർ ഇവരൊക്കെ വരുമെന്ന്. ഞാൻ ഒരു സ്റ്റോറി മോഡ് ഗെയിം കളിക്കുമ്പോൾ അളിയാ ഈ ഇമോട്ടള്ളി ആക്കി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് ഈ കാണുന്ന ഓഡിയൻസിന്റെ എക്സ്പ്രഷനും അവരുടെ ഈ പറയണ ആ ഒരു സാധനമൊക്കെ നമുക്ക് ചാറ്റിൽ കാണുമ്പോൾ നമുക്ക് സ്ട്രീമർ എന്നുള്ള രീതിയിൽ നമുക്കൊരു സന്തോഷം അളിയാ. സത്യമായിട്ടും പറയാം, സ്ട്രീമർ എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷം. എനിക്ക് അങ്ങനെ ഇമോട്ടള്ളി ഇട്ട് കളിക്കാൻ താല്പര്യമില്ല കൈസ്. അല്ലാതെ ഞാൻ പറ്റിച്ചു വരായിരുന്നൊന്നുമല്ല. ഞാൻ ഈ കാര്യം എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് താല്പര്യമില്ല കൈസ്. സത്യമായിട്ട് എനിക്കത് താല്പര്യമില്ല. അങ്ങനെ വന്നിരുന്ന് സ്ട്രീം ചെയ്യാൻ എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവർ ഇഷ്യൂവിനെ പേടിച്ച് ഇമോട്ടള്ളി ആക്കിയിരുന്ന് സ്ട്രീം ചെയ്യുന്നത്? ഇന്ന് അവിടെ വരുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇന്നലത്തെ ലൈവിൽ തൊപ്പി എൻ്റെ പേര് ഡ്രാഗ് ചെയ്തപ്പം അന്നേരം ഓൾറെഡി തൊപ്പി പറഞ്ഞായിരുന്നു ഈഗിളിനെ ഞാൻ അവരാധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നതെന്ന്. ഇന്ന് ഷെമീറിന്റെ ലൈവ് വരുമ്പോൾ ഇതിലേക്ക് എന്നെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ പേരവിടെ സ്പാം ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇവൻ എന്ത് പറഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ എൻ്റർ ആവണം, മനസ്സിലായ? ഈ യൂണിവേഴ്സിലോട്ട് ഞാൻ എൻ്റർ ആയി ഞാൻ തൊപ്പി പറഞ്ഞതിന് റിപ്ലൈ ആയിട്ട് വന്നിരുന്ന് ഞാൻ അവരാധിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കൺസേൺ ആയിട്ട്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. സത്യം എനിക്കറിയാം. അല്ല എനിക്ക് എന്നിട്ട് ഞാനിത് ലൈവ് ആ സമയത്ത് പർട്ടിക്കുലർലി ഞാൻ ലൈവ് ആണെങ്കിൽ ഗൈസ് ഞാൻ എന്തുവാന്ന് പോലും അറിയാതെ ചിലപ്പം ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പറയും. എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാൻ സത്യമായിട്ട്. ഓക്കെ, ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. പക്ഷെ നാളത്തെ ലൈവിൽ ഞാൻ ലൈവിൽ ജസ്റ്റ് കാര്യം ഒന്ന് അഡ്രസ്സ് ചെയ്യും. ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ അപ്പി തിന്നുന്ന കുറെ അമ്മമാരുണ്ട്, സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് പോലും ഇല്ല, ഒരു കണ്ടന്റ്. നീയൊക്കെ എൻ്റെ അടുത്ത് റിയാക്ഷൻ വീഡിയോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ നിനക്ക് അടിച്ച് ഞാൻ വായിൽ വെച്ച് തരും. റിയാക്ഷൻ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ മോണിറ്റൈസോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടോ കണ്ടോ? നീയൊക്കെ അങ്ങനല്ല. കണ്ടവൻ്റെ വീഡിയോ മാത്രം നിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നവന്മാരെ. എൻ്റെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കണം ഞാൻ ആരുടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്.
അവന്മാർക്കൊക്കെ റിയാക്ഷൻ സ്ട്രീമർ ആയിട്ടേ അറിയത്തുള്ളൂ നമ്മളെ. വല്ലാതെ രാപ്പകലില്ലാതെ ഉറക്കം ഉളച്ച് എളുപ്പിനെ വരെ ഇരുന്ന് സ്ട്രീം ചെയ്യുന്ന ഗെയിമിംഗ് കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഇവനൊന്നും അറിയത്തില്ല. ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ അല്ല. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഗൈസ്. സ്ട്രീമർ എന്ന് പറയുന്നുള്ള രീതിയിൽ ബാക്കിയുള്ള സ്ട്രീമേഴ്സും സ്ട്രീമിംഗ് ഗ്യാങ്ങും തന്തേലായ്മ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് ബാക്കിയുള്ള എല്ലാവരും അങ്ങനെയല്ല. ബാക്ക് ടു റൈസ് ബാ. എടാ എനിക്ക് ഇവനെ പോലെ പറയാൻ കറക്റ്റ് എനിക്ക് മലയാളം പോലും വരില്ല. ഞാൻ പറഞ്ഞു വരുന്നിട്ട് അവസാനം ഞാനായിരിക്കും കുറ്റവാളെന്ന് ഞാൻ തന്നെ പറഞ്ഞോളെ, മനസ്സിലായില്ലേ? അത്രയ്ക്കും മലയാളം വ്യത്യാസം എനിക്കുള്ളൂ. എനിക്ക് നാക്ക് കുഴഞ്ഞു. இங்கிலீஷ்ல பரவீங்களா? നിന്നെയൊക്കെ ഞാൻ വാൺ ചെയ്ത് ഇല്ലടാ, ഇതൊക്കെ പറയാനുള്ളതാണ്. ஈகிள் എവിടെടാ இருக்கு മാപ്ല? ഈഗിളെ ഞാൻ എവിടെ ഉണ്ട് കോശ്? അല്ല ഞാൻ സീരിയസ് ആയിട്ട് നേരത്തെ കാര്യം പറയാം. അല്ല ഇതോടെ ഒറ്റ കാര്യം ഉണ്ട്, ഒരു കാര്യം ഉണ്ട്. ഇവ ഒന്നും പറയാതിരിക്കണത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് അധ്വാനം ഉണ്ട് കേസ് ആ ഒരു പേരിന്, MRC എന്നുള്ള പേരിന്. ഞാൻ പറയാം, ഇത് എനിക്ക് പറയാൻ ഉള്ള റൈറ്റ് അല്ല, എന്നാലും ഞാൻ ഇവനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുക. എനിക്കറിയാം ഈ പറയണത് പോലെ ഇത്ര നാൾ തൊപ്പി അങ്ങനെ ഒരു പേര് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇവൻ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന് ഇവൻ MRC ഗ്യാങ് എന്നുള്ള MRC പേരിനോടുള്ള ടാഗ് തിരിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ ആ പേര് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയ ആ ഒരു അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന എക്സ്പോഷർ ക്ലെയിം ചെയ്യാൻ ഗോകു ഒരിക്കൽ പോലും നിന്നിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണ്. അത് അവൻ ഇന്നും പറയാൻ മടിയായോണ്ടാണ് നിങ്ങളോട് സംസാരിക്കാത്ത ലൈവില്. ഞങ്ങൾ ഇന്നലത്തെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി അശ്വിൻ ചേട്ടൻ അടക്കം പറഞ്ഞതാണ്, ഇനി ഈ പേര് വെച്ചിട്ട് ഇമാതിരി തന്തലായി കേരളത്തിൽ കാണിക്കാൻ പറ്റത്തില്ല. അതിനി നീയൊക്കെ ആരെൻ്റെ അടുത്ത് നാളെ വന്ന് ചോദ്യം ചെയ്താലും MRCക്ക് വേണ്ടി കളിച്ച ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണ്, ഇനി ഈ പേര് വെച്ച് കേരളത്തിൽ തന്തലാഴി കാണിക്കത്തില്ല. അതിനി ആരാണേലും ഞാൻ ഉറപ്പ് പറയാം കേസ്. പേര് മാറ്റുന്നെങ്കിൽ പേര് മാറ്റാം, ഈ പേര് വെച്ച് ഇനി ചെയ്യത്തില്ല. അത് ഇവന് പറയാൻ മടിയുണ്ടെങ്കിൽ എനിക്ക് പറയാൻ മടിയില്ല, ഞാൻ അത് പറയും. അത് അശ്വിൻ ചേട്ടനും എടുത്ത തീരുമാനമാണ്. ബാക്കി അവരുടെ അടുത്ത് ഓൾറെഡി നമ്മളിത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവരൊരു കാര്യം പറഞ്ഞിട്ട് അവരെന്താണോ ഡിസിഷൻ പറയണോ അതിനനുസരിച്ച് നമ്മൾ ഇതാക്കും. ലീഗലി റൈറ്റ്സ് മൊത്തം അശ്വിൻ ചേട്ടന്റെയും ഗോകുന്റെയും പേരില്ല. ഇത്രയും നാള് നിങ്ങൾ ഇതിനു മുമ്പ് ഈ പറയണത് പോലെ ഇവര് പല കാര്യം കോൺട്രവേഴ്സി ചെയ്തപ്പോഴും നല്ലത് ചെയ്തപ്പോഴും മറ്റേ വ്യൂവർഷിപ്പ് കൊണ്ടുവന്നപ്പോഴും ആളവിടെ പോയിട്ടില്ല. അശ്വിൻ ചേട്ടനോ ഗോകുവോ ഞാനാടാ ഓണർ എന്ന് പറഞ്ഞ് ആളാവാൻ അവിടെ പോയിട്ടില്ല. ഇത് ഇത്രയും വേഴ്സ് ആവുന്ന രീതിയിലോട്ട് പോകുന്നുണ്ടാ. കാരണം ഇവരെ ഉണ്ടാക്കി വെക്കുന്നതിന്റെ കോൺസിക്വൻസസ് നാളെ ഗോകുവിനും അശ്വിൻ ചേട്ടനും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈവ് നമ്മളാണിപ്പോ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മളാണ് അതിൽ നിൽക്കുന്നത്. അല്ല നിങ്ങൾ അത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഗോകു അത് പറയുന്നതിന്റെ ഒരു കാരണമുണ്ട് ഗൈസ്. നിങ്ങൾ തൊപ്പിയുടെ ഒരു 1 year ബാക്കിലത്തെ ഒരു ലൈവില് നിങ്ങൾ തൊപ്പി ഒരു ദിവസം വന്ന് അഡ്രസ് ചെയ്തൊരു കാര്യമുണ്ട്. MRCക്ക് വേറെ ഓണേഴ്സ് ഉണ്ട്, വേറെ അതിനകത്ത് മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റിനെ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ചാടി കയറി ഇന്നയാളെ മാറ്റി പുതിയ ആളെ റിക്രൂട്ട് ചെയ്യ് എന്ന് തൊപ്പി ലൈവിൽ ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MRC ഒരു ഗ്യാങ്ങിനെ റിക്രൂട്ട് ചെയ്യുന്ന, ഒരു മെമ്പറിനെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ ഇവരുടെ പെർമിഷനോട് കൂടിയാണെന്നാണ് പല ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ MRC ബൂട്ട് ക്യാമ്പിന്റെ കാര്യത്തിലോ ഗ്യാങ്ങിന്റെ കാര്യത്തിലോ യാതൊരുവിധ ഇൻവോൾവ്മെന്റും ഗോകുവിനും അശ്വിൻ ചേട്ടനും ഇല്ല. അവരോട് പറഞ്ഞിട്ടുമില്ല, അവരോട് ഇതാക്കിയിട്ടുമില്ല. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്നലെ ലൈവിലെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് നമ്മളും അങ്ങനെയാണ് അറിയണത്. സത്യമായിട്ടും ഇന്നലെ കാണുമ്പോൾ ഈ ബൂട്ട് ക്യാമ്പിലൊക്കെ ഇങ്ങനത്തെ പരിപാടിയാണ്, ഇതാണ് അതാണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കത് ഭയങ്കര ബാഡായിട്ട് ഇവരെ അഫക്ട് ചെയ്യും. എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട 2 ആൾക്കാരാണ്, ഒന്ന് ഗോകു ആണേലും ഒന്ന് അശ്വിൻ ചേട്ടനാണേലും. ഇവര് രണ്ടുപേരും ഇവരുടെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇപ്പൊ നാട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അവൻ ഇതിന്റെ നാട്ടിൽ വന്നിട്ട് ഈ പറയണത് പോലെ ഇതിന്റെ ലീഗൽ കോൺസിക്വൻസസ് നോക്കി പുറകെ നടക്കാൻ പറ്റത്തില്ല. പൈസ എല്ലാം ഓർഗാൻ എടുക്കുന്നതെന്നാ പറയണേ. 5 പൈസ MRCയുടെ ബൂട്ട് ക്യാമ്പിന് വേണ്ടിയിട്ട് ഗോകുവോ അശ്വിൻ ചേട്ടനോ എന്തെങ്കിലും പൈസ അയച്ചിട്ടുണ്ടെന്ന് അല്ല അവൻ യു കെയില് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവൻ, മനസ്സിലായ? മറ്റേ ഡയപ്പർ മാറ്റാനും മറ്റേ അത് പോകാനും ഇതുമാക്കാനും അവൻ ജീവിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുക. അന്നേരമല്ലേ മറ്റേ ഇവമാർക്ക് മാസം മന്ത്ലി പൈസ അയച്ചു കൊടുക്കണം. നിങ്ങൾ കോമഡി പറയല്ലേ സത്യം പറഞ്ഞ? അവന്റെ അവസ്ഥ അവനറിയാം.
ഈ രാത്രി കാലങ്ങളിൽ നമ്മളെല്ലാരും കുത്തി ഇവന്റെ കൂടെ ഇരിക്കുന്നത് അവൻ തിരിച്ചു വന്നപ്പം അവൻ ഇപ്പോഴാണ് അവൻ തന്നെ പറയാറുണ്ട് ഞങ്ങളോട്, അളിയ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങിയെന്ന്. അവിടെ പോയതിനു ശേഷമാണെങ്കിലും ഇപ്പോഴാണ് ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങിയെന്ന് അവൻ തന്നെ 100 വട്ടം പറയാറുണ്ട്. ആ ഒരു എൻവയോൺമെന്റ് നമ്മളിപ്പോ കൊടുത്തേക്കുന്നത്. അല്ലാതെ അവന് മറ്റേ രാഖി രാമാനം പൈസ ഒക്കെ അവൻ്റെ ഉണ്ടെങ്കിൽ അവൻ ആരായിരുന്നു? ഈ മാനേജ്മെന്റ് എന്ന് പറയണ മാനേജ്മെന്റ് നമ്മളല്ലത്. അല്ലെങ്കിൽ ഞാൻ പറയണത് ഗോകുവും അശ്വിൻ ചേട്ടനും അല്ല. கோகுவும் பின்னாடி அந்த பிரெயினை எடுத்து போடு. ഞാൻ എടുത്ത് കളയാനാ പോയത്, എന്റെ കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം നമ്മള് അവരെ വിളിച്ച് അഡ്രസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇഷ്യൂ തൊപ്പിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. GTA സൈഡിന്റെ കാര്യമൊന്നും അല്ല കേസ് പറയണത്. GTA ആയിട്ട് അവർ അതൊന്നും ഇതിലോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നില്ല. അതൊക്കെ തൊപ്പിയുടെ GTA ഗ്യാങ് ആണെങ്കിൽ തൊപ്പി അതിനൊരു ഡിസിഷൻ എടുക്കണമല്ല നല്ലത്. GTA ഗ്യാങ്ങും നമ്മുടെ RP ഇഷ്യൂ ഒക്കെ നിങ്ങൾ വിട്ടേരെ. ഇത് അതിന്റെ പുറത്തുള്ള വേറൊരു കാര്യമാണ്. അതിന്റെ അത് വെച്ചിട്ടല്ല പറയുന്നത്. ഇതൊക്കെ കൈവിട്ട് പോയ കേസ് മനസ്സിലായില്ലേ ഇപ്പം. മറ്റതൊക്കെ എന്തേലും Eagle is clean, much appreciated, but Gogu kissed me on the cheeks in boot camp. അല്ലെ അലിഗേഷൻസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടാ. ഇവനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ വേണമെങ്കിൽ അവന്റെ ഫോട്ടോ വെച്ച് തന്നെ അവൻ ഉണ്ടാക്കി അവൻ തന്നെ ഇറക്കും. അവനൊരു അതിലൊരു ഇതും ഇല്ല, അവൻ ഉണ്ടാക്കും. അല്ലെ ഇൻവൈറ്റഡ് ഇല്ല